നമ്മുടെ അടുത്ത റൗണ്ട് സൽക്കാരം റൗണ്ടാണ്. സൽക്കാരം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഇർഫാൻ. ഇർഫാൻ ചേച്ചി, ഇർഫാനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ്. കാരണം ഇന്ന് മേക്കപ്പ് റൂമിൽ ഇർഫാൻ എൻ്റെ അടുത്ത് പറയാ, ചേച്ചിനെ കാണാൻ ഏതോ ഒരു നടിയുടെ ചായ ഉണ്ടെന്ന്. വയ്യ. ഇപ്പൊ എല്ലാരും അവിടെ നിന്ന് പറയട്ടോ, നടിയോ നടി അല്ലേ? അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നോ? ജഡ്ജസ് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? അത് പറഞ്ഞത് അതല്ല സത്യത്തിൽ. എന്തോന്ന് പറയാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് അപ്പുറത്ത് ചായ ഉണ്ട്, അത് പറഞ്ഞതാണ്. ചായ ഉണ്ട്, കാപ്പി ഉണ്ട് അപ്പുറത്ത്. പറ ഇർഫാൻ, ഏത് നടിയാന്നും കൂടി പറഞ്ഞോടക്ക്. റോമ ചേച്ചി. താങ്ക് യു. എന്തായാലും സൽക്കാരം റൗണ്ടാണ്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട റൗണ്ടാണ്. നല്ലോണം പെർഫോം ചെയ്തോളൂ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേക്കട്ടെ? അച്ചപ്പം, മൈസൂർ പാക്ക്, പിന്നെ എന്തുവാ, മൈസൂറിനോണ്ടെന്നാണോ? അല്ല, മൈസൂർ ഇവിടുന്ന്. എവിടുന്നാ? അരി അരിയുണ്ടേ. എല്ലാരും ചിരിക്കണു. എന്താണ്, നിന്റെ മൈസൂർ പാക്ക് കേട്ടിട്ടാണോ? അല്ല അല്ലേ? അതും നോക്കണം. മോൻ തകർത്ത് പാടിക്കോട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സബിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി. അയലത്തെ വീട്ടുകാരും കുടുംബക്കാരും ക്ഷണം തട്ടി കളയാതെ വിരുന്നിനെത്തി. സബിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി. അപ്പത്തിൻ പേരു പറഞ്ഞാൽ ഒടുങ്ങയില്ല. സബിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി. പള്ളക്കിടമില്ല. സബിതാന്റെ പുതുമാരന് വീരുന്നൊരുക്കി, അനവധി വിഭവങ്ങൾ നിരനിരത്തി.
സബിതാന്റെ പുതുമാരന് വിരുന്നൊരുക്കി അനവധി വിഭവങ്ങൾ നിരനിരത്തി അയലത്തെ വീട്ടുകാരും കുടുംബക്കാരും ക്ഷണം തട്ടിക്കളയാതെ വിരുന്നിനെത്തി സബിതാന്റെ പുതുമാരന് വിരുന്നൊരുക്കി അനവധി വിഭവങ്ങൾ നിരനിരത്തി ഇർഫാൻ, സൽക്കാരം റൗണ്ടിൽ ഇർഫാൻ കൊണ്ടുവന്ന വിഭവങ്ങളിൽ ഇർഫാന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അച്ചപ്പം ഇഷ്ടമാണ്. എന്നിട്ട് കഴിച്ചു നോക്കിയോ? ഓ, ഇതാരാ ഉണ്ടാക്കിയത്? ഇർഫാനാണോ? അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാരും കൂടി ചേർന്ന് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. ഫിറോസിക്ക. ഇർഫാൻ നന്നായി പാടി കേട്ടോ. സൽക്കാരത്തിൻ്റെ നല്ലൊരു കളർ കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന സാധനത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇതിൻ്റെ മൈസൂർ പാക്ക്. ഒന്ന് ഉഷാറാക്കി പറഞ്ഞതാ. ഒന്ന് മോശാവണ്ട എന്നുള്ള രീതിയിൽ ഒന്ന് ഉഷാറാക്കി പറഞ്ഞതാണ് മൈസൂർ പാക്ക്. മൈസൂർ പാക്കാണ് കേട്ടോ. കൊച്ചൊരു സ്റ്റൈലിട്ട് പറഞ്ഞതാ മൈസൂർ പാക്ക്. ഓക്കെ, അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മോനെ നന്നായി പാടി. ഇതും പട്ടുറുമാലിലൂടെ പ്രശസ്തമായ സൽക്കാരപ്പാട്ടുകൾ പലതും നേരത്തെ സജില ഒരു ഭാഗത്ത് പറഞ്ഞല്ലോ. സൽക്കാരം നമ്മുടെ ഞങ്ങളൊക്കെ പറഞ്ഞു, പല പാട്ടുകളും ഇതിലൂടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. ഇത് അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പാട്ടാണ്. ഇശൽ മർഹബയിൽ ഈ പാട്ടിന് ഒരു അവകാശം പറയാനുള്ളത് അനീഷ് എന്ന പാട്ടുകാരനാണ്. ഇശൽ മർഹബയിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷ്. KP കുട്ടി വാക്കാട്, നമ്മുടെ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പം മീശ. കുട്ടിക്ക് എഴുതി ഈണമറിയോ? ഈ ഈണമാരതാന്ന് ബാബുക്ക നാടകത്തിന് വേണ്ടി ഈണം കൊടുത്ത് പാടിയ പാട്ടാണ്. ബാബുക്ക് ഈണം കൊടുത്ത് പാടിയതാണ് PA കാസിമിൻ്റെ വരികൾക്ക്. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മണിമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ അലങ്കാരത്തോടെ ബീവി ഉടുത്തൊരുങ്ങി, അതൃപ്പങ്ങൾ പറഞ്ഞാൽ അങ്ങോടുങ്ങയില്ല. ഈ ഈണമാണ്. അപ്പോൾ മോനെ, ഇത് സൽക്കാര പാട്ടിലേക്ക് വന്നപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ തോന്നി ഒന്നുകൂടി ടെമ്പോ കൂടാമായിരുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി സ്പീഡ് വന്നിരുന്നെങ്കിൽ ഇത് ഒരു സാൽക്കാരിക പാട്ടായി മാറുമായിരുന്നു കേട്ടോ. ഇപ്പോഴും പാട്ട് മോശമൊന്നല്ല, ഒന്നുകൂടി ടെമ്പോ വന്നിരുന്നെങ്കിൽ ശരിക്കും ഒരു സൽക്കാരത്തിൻ്റെ തകർപ്പൻ ഇത് വരുന്നു. പിന്നെ ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൽക്കാരം അവിടെ കൊണ്ടുവന്നു, രസമായിട്ട് കേട്ടോ. പിന്നെ പള്ളക്കിടമില്ല എന്ന് പാടിയില്ലേ? പള്ളക്കിടമില്ല. എന്താ പള്ള എന്താ? വയറ്. ഇതല്ല, കരണ്ടിന് വലിക്കുന്ന ആ വയറല്ല, ഈ വയറ്, ആ പള്ള. അപ്പോൾ ആ പള്ളക്കിടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാവം കൊണ്ടുവന്നില്ല മോന്? അതെങ്ങനെയാ പാടിയതൊന്ന് പാടിയേ? മുട്ടപ്പം മുട്ട സുറുക്ക പഞ്ചാരപ്പാറ്റ, കൊതിയുണ്ട് തിന്നാനേറെ പള്ളക്കിടമില്ല. ഓ, രസമായി. ബഹദൂർക്കൊക്കെ അഭിനയിച്ച് പാടുന്ന ഒരു മൂഡ് കിട്ടി എനിക്ക് അവിടെ. ആ മുഖഭാവമൊക്കെ അതല്ല, അങ്ങനെയാണ് പാടുക മോനെ. അങ്ങനെയാണ് പാട്ടുകളെ മനസ്സിലാക്കി പാടുക എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ പെട്ടെന്ന് ആ ഒരു ഭാവം കൊണ്ടുവന്നത് മനോഹരമായിരുന്നു. പിന്നെ പ്ലാനുകൾ ഒരു രക്ഷയില്ല. പ്ലാനുകൾ ആ പാട്ടിലുള്ളതൊന്നൊക്കെ മറക്കുന്നു. അലിയാര കല്യാണമൊക്കെ മറക്കുന്നു ഞങ്ങൾ. ഭയങ്കരമായിട്ട് പാടി, എല്ലാ സ്ഥലങ്ങളും രസമായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജില, നല്ല പഞ്ചുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ഇന്നത്തെ ഇർഫാൻ്റെ വോയിസ് കൾച്ചർ. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു, ഭയങ്കര ഡെപ്ത് കൊടുത്തിട്ട് പാടി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇർഫാൻ്റെ സംസാരിക്കുമ്പോഴുള്ള സൗണ്ടല്ല പാടുമ്പോൾ അതിനെക്കാട്ടും ഗെയിൻ ഉണ്ട്. ഇർഫാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ നന്നായി പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ കുറച്ചും കൂടി എക്സ്പ്രസീവായിട്ട് പാടാൻ പറ്റും, സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പാടുകയാണെങ്കിൽ കേട്ടോ. പിന്നെന്താ പറയുക, എപ്പോഴും ഇർഫാൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ലിറിക് ക്ലാരിറ്റി, സംഗതികളാണെങ്കിലും ഫീലാണെങ്കിലും മോഡുലേഷൻ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. നല്ല ബെസ്റ്റ് സിംഗറാണ് ഇർഫാൻ. പിന്നെന്താ പറയുക, നമ്മളുടെ കുറേ അപ്പങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. ഈ അപ്പങ്ങൾക്കൊക്കെ ഇത്രക്കും സംഗതികൾ കൊടുക്കാൻ പറ്റുമെന്ന് ഇർഫാൻ തെളിയിച്ചു. പഞ്ചാര പാറ്റക്കൊക്കെ എന്താണ് സംഗതികൾ കൊടുത്തത്?
ഭയങ്കര എന്താ പറയുക, ആ പഞ്ചാരപ്പാറ്റയ്ക്ക് കുറച്ചുകൂടെ പഞ്ചാര കൂടി മോൻ്റെ ആ സംഗതി കേട്ടപ്പോൾ. നന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്ഥലത്തോ മറ്റുമാണ് നന്നായി പാടുന്ന കുട്ടികളുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മൾ എടുത്ത് പറയും അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സ്ഥലത്തോ മറ്റാണ് വോയിസിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നപ്പോൾ ഒരു സംഗതി സ്ലിപ്പായിപ്പോയി. ആ ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അടിച്ചുപൊളിയായിരുന്നു. മൈസൂർ പാക്ക് ഇഷ്ടായി. താങ്ക് യു സജില. ഷബ്ന? ഇർഫാൻ ഞാനിവിടെ ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണ്, ഓർമ്മയുണ്ടോ? ഇല്ല, നേരത്തെ ഇട്ട പേരാണ്. എന്താ പുറകോട്ട് നോക്കുന്നത്? ഇർഫാൻ എന്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പുറകോട്ട് നോക്കണം. ഞാൻ ഓർത്തിന് എന്തെങ്കിലും ഉണ്ടോ അവിടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? മറന്നുപോയി, ഓർക്കുന്നില്ല. അവൻ ഓർത്ത് നോക്കിയതാ. ഞാൻ പറയാം, പ്രിൻസ് ഓഫ് തിങ്സ് എന്ന്. സംഗതികളുടെ രാജകുമാരൻ. ഇതിപ്പോ പാട്ട് കേൾക്കുമ്പോഴേ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, ഈ അള്ളാഹു ഓരോരുത്തരുടെ നമ്മുടെയൊക്കെ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ്സ് തരുമല്ലോ. ചിലർക്ക് വോയിസ്, ചിലർക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നോ, ഇർഫാൻ തിങ്സ് കൊടുത്തേക്കാം, അങ്ങനെ തന്നതാണ്. അതുപോലെയാണ് ഈ സംഗതി തൊണ്ടേന്ന് വരുന്നത്. കണ്ണുവെട്ട് കേട്ടോ, സത്യമാണ്. ഞങ്ങളിവിടെ ഓരോ സംഗതികൾ പാടുമ്പോഴും ഇങ്ങനെ എന്തൊക്കെയാ ഇങ്ങനെ കാണിക്കുകയാണ്, ഈ ഓ എന്നൊക്കെ കാണിക്കുകയാണ്. അടിപൊളിയായിട്ട് പാടി മോനെ, നന്നായിട്ട് പാടി. എനിക്ക് പ്രത്യേകിച്ച് വോയിസിൽ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ, അതൊക്കെ ഭയങ്കരമാണ്. ചെറിയ ഒരു സ്ക്രാച്ച്, അതെന്താണെന്ന് എനിക്കറിയില്ല, സംസാരം കൂടുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ. അത് മാത്രമേ ഉള്ളൂ മോനെ, വേറെ എല്ലാം അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. അപ്പൊ സംഗതികളുടെ രാജകുമാര, എന്തൊക്കെ കമന്റ്സ് ആണ് കിട്ടിയത്. ഫിറോസിക്കൊക്കെ പറയണത് പ്ലാൻസ് ഒക്കെ രക്ഷയിലായിരുന്നു എന്നാ. നമുക്ക് മാർക്സിലേക്ക് പോവാം. സജില? 29.5. 29.5 out of 30. ഫിറോസിക്ക? 39. 39 out of 40. And Shabnam? 29.5. 29.5 out of 30. Irfan, the total 98 out of 100. ഇത്രയും മനോഹരമായ പെർഫോമൻസ് നമുക്ക് സമ്മാനിച്ച ഇർഫാനിന് ഒരു സമ്മാനമുണ്ട്. റോസ് ഗാർഡൻ സിൽക്സ് നൽകുന്ന സമ്മാനം.